മനു പോയി കഴിഞ്ഞ ശേഷം ഹരി രോഹിതിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മനുവേട്ടൻ പോയോ എന്ന് ചോദിക്കും. അപ്പോൾ മനുവേട്ടൻ പോയി എന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ 10 മിനിറ്റ് പോലും ആയിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇപ്പം തന്നെ തിരിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് സംശയമാവും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോകാമെന്ന് ഹരിനോട് രോഹിത് പറയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ആൾക്കാർ നോട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട്. എന്താ നിൻ്റെ പ്ലാൻ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരിനോട് രോഹിത്. അപ്പം ഞാൻ ക്യാപ്സൂൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് മയക്കുമരുന്നിൻ്റെ പൊടി ഉള്ളത്, അതുകൊണ്ട് അത് അവളുടെ വയറ്റിൽ എത്തിക്കണം എന്ന് പറയുകയാണ്. എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, നീ വാ, ബൈക്ക് എടുത്തിട്ട് വാ എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രോഹിത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അലീനയാണെങ്കിലോ അടുക്കളയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ ആദ്യം ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റിയിട്ട് പുറത്ത് ആരാന്ന് നോക്കുന്നുണ്ട് അലീന. രോഹിത്താണെന്ന് കാണുമ്പോൾ ഡോറ് തുറക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിലും അലീന ഡോറ് തുറക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. രോഹിത് ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ടായിരുന്നു, ഇന്നിങ്ങനെ യൂണിയൻ്റെ ഇലക്ഷൻ ആയിരുന്നു, ഞാൻ വോട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, മാനേജ്മെൻറ്റ് ഇങ്ങനെ സ്ട്രോങ് ആയതുകൊണ്ട് അടിയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുകളിലേക്ക് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ രോഹിത്തിനെ അങ്ങ് നോക്കിയിട്ട് പിന്നെ ഡോറൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. രോഹിത് മുകളിൽ ചെന്നിട്ട് അലീന എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന വാഷ് ചെയ്യാനുള്ള തുണികളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഹിത് ആണെങ്കിലും പിന്നീട് ഹരി ആണെങ്കിൽ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഹരി അവിടെ നിൽക്കുന്നത് നമ്മുടെ ഡോക്ടർ ശർമ്മയുടെ നായ്ക്കുട്ടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നായ്ക്കുട്ടിയാണെങ്കിലും ഹരിനെ നോക്കിയിട്ട് നന്നായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഹരിയാണെങ്കിലും തിരിച്ചിങ്ങനെ ഓരോ കോപ്രായൊക്കെ അതിനോടും കാണിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നായ്ക്കുട്ടി ഇങ്ങനെ കുറെ നിർത്തുന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിലൊക്കെ കുറേ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണെങ്കിൽ രോഹിത് മുകളിൽ നിന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അലീന മാറിയ തക്കം നോക്കിയിട്ട് വേണമല്ലോ ഹരീനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ. അപ്പോൾ അലീന പോയി എന്ന് ഉറപ്പിച്ച ശേഷം പിന്നീട് രോഹിത് പെട്ടെന്ന് ബാൽക്കണിയുടെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിലും ഫോണിൽ ഇങ്ങനെ ആർക്കും സംശയം തോന്നുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന പോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് മുകളിൽ ബാൽക്കണിയിൽ ചെന്ന് നിന്നിട്ട് ഹരീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വേഗം കയറി വേടാന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹരിയാണെങ്കിലും മുറ്റത്തുനിന്നൊക്കെ അങ്ങ് ഓടി സിറ്റ് ഔട്ടിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഇതേ സമയം രോഹിത് താഴേക്ക് വന്ന് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന എവിടെയെന്ന് ചോദിക്കും. അവൾ തുണി വാഷ് ചെയ്യുന്നിടത്താണ്, വേഗം പെട്ടെന്ന് കയറി വാ, വേഗം പെട്ടെന്ന് മുകളിൽ എത്തണം എന്ന് പറയും കേട്ടോ. അപ്പോൾ വേഗം ഹരിയാണെങ്കിൽ മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു അലീന കാണാതെ. എന്നിട്ട് പിന്നെ രോഹിത് ഡോറ് അടച്ചിട്ട് രോഹിത് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. രോഹിത് റൂമിലേക്ക് കയറാതെ പിന്നെയും അവിടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ അലീന എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അലീനയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്ന കണ്ടതിന് ശേഷമാണ് കേട്ടോ രോഹിത് ഹരിയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുന്നത്. ഹരിയാണെങ്കിലും രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ രോഹിത് ഹരിനോട് പറയാണ്, അതിന് അവൾക്ക് സംശയം തോന്നാൻ നീ ഇങ്ങോട്ട് വരുന്നത് അവൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നീ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത് ഹരിനോട് പറയുന്നുണ്ടായിരുന്നു സംശയമൊന്നുമില്ല അവൾക്ക് എന്ന് പറയും. പിന്നീട് ഹരിയാണെങ്കിലും ആ ക്യാപ്സൂൾ എടുത്ത് കാണിച്ചിട്ട് ഇതാണ് ഐറ്റം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് മയക്കുമരുന്നുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഹരിയാണെങ്കിലും രോഹിത്തിന് പ്ലാന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നീ അവളെ ഇങ്ങോട്ട് വിളിക്കണം, എന്നിട്ട് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടെന്ന് പറയണം എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നീ അവളോടൊരു ലൈം ജ്യൂസ് എടുക്കാനായിട്ട് പറയണം, അത് അവൾ നിനക്ക് ഇവിടെ കൊണ്ട് തരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരി. അപ്പോൾ അത് കൊണ്ടുതരുന്ന രോഹിതും പറയുകയാണ്. അപ്പോൾ അവൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നീ ആദ്യം ഒരു കവൾ കുടിക്കണം, എന്നിട്ട് ഈ ക്യാപ്സൂളിൻ്റെ അടപ്പങ്ങ് മാറ്റിയിട്ട് ആ പൊടി ആ ലൈം ജ്യൂസിൽ കലക്കണം എന്ന് പറയൂ കേട്ടോ. വിരലുകൊണ്ട് കലക്കിയാൽ മതി എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീ അവളെ ശബ്ദത്തിൽ അങ്ങ് വിളിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളോട് ചോദിക്കണം, ഇതിനെന്താ ഒരു ചവർപ്പും കയ്പൊക്കെ, ചീഞ്ഞ നാരങ്ങ കൊണ്ടാണോ നീ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് അവളോട് ഒരു കവള് കുടിച്ചു നോക്കാൻ പറയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ കുടിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ, കുടിച്ചു നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കണം. അപ്പോൾ എന്തായാലും അവളൊരു കവള് കുടിക്കും. പിന്നെ എന്തായാലും നിനക്ക് ആ ജ്യൂസ് വേണ്ട, നീ കുടിച്ച ജ്യൂസ് എനിക്ക് വേണ്ട എന്ന് പറയണം. എന്നിട്ട് നിനക്ക് വേറെ ജ്യൂസ് എടുത്തു കൊണ്ടുവരാൻ പറയണം, അത് മുഴുവൻ അവളോട് കുടിക്കാനും പറയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതവൾ കുടിച്ചില്ലെങ്കിലോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കവളും കൂടിയൊക്കെ കുടിച്ചാൽ മതി, അതും കൂടെ അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവളങ്ങ് മയങ്ങി വീണോളും എന്നാണ് കേട്ടോ പറയുന്നത്. രോഹിത്തിനാണെങ്കിൽ നല്ല പേടിയുണ്ട്
പറയട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തോ ഒരു വൈബ്രേഷൻ പോലെ ആവുന്നുണ്ട്, ശരീരമൊക്കെ ആകെ തളരുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ ഹരിയാണെങ്കിലും പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്, അപ്പോൾ സമയമില്ല എന്ന് പറയട്ടോ. നീ ആദ്യം അവളെ വിളിച്ചിട്ട് തുണികൾ വാഷ് ചെയ്യാനുണ്ടെന്ന് പറയുമെന്ന് പറയട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ് ഇപ്പം തന്നെ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരേന്ന്, ഇപ്പം തന്നെ വേണം സമയമില്ല, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കയ്യിലേക്ക് ആ ക്യാപ്സൂളും വെച്ച് കൊടുത്തിട്ട് ഹരിയാണെങ്കിലും വാഷ്റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഹരിയാണെങ്കിൽ രോഹിത്തിൻ്റെ കയ്യിലേക്ക് ആ ക്യാപ്സൂൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ രോഹിത്. അത് കഴിഞ്ഞ് പിന്നീട് കബോർഡിൽ നിന്ന് കുറച്ച് വാഷ് ചെയ്ത തുണികളെല്ലാം വലിച്ച് നിലത്തിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് കാലുകൊണ്ടൊക്കെ ചവിട്ടി കൂട്ടി അവിടെ ഇടുകയാണ് കേട്ടോ. അലീന വരുമ്പോൾ വാഷ് ചെയ്യാനുള്ള തുണികളാണെന്ന് തോന്നണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നീട് താഴേക്ക് നോക്കിയിട്ട് അലീനേനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അലീന നീ എന്ത് ചെയ്യുക അവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിപ്പോൾ വരുന്നു എന്ന് പറയും കേട്ടോ. അലീനയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട് എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ തുണികൾ വാഷ് ചെയ്യാനിട്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, മെഷീനിൽ ഇട്ടു എന്ന് പറയുന്ന സമയത്ത് രോഹിത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ തുണികൾ ഹാൻഡ് വാഷ് ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. ഞാനിപ്പോൾ വരാമെന്ന് പറയും അലീന. എന്നിട്ട് മുകളിലേക്ക് കയറി വരികയാണ് കേട്ടോ. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ഇതാ അവിടെ കിടക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിലും താഴെ കിടക്കുന്ന ആ തുണികളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അലീന പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു മുഷിഞ്ഞ തുണികൾ എന്തെങ്കിലും ഇങ്ങനെ ബാത്റൂമിൽ കിടപ്പുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ല, അതെടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറയും അലീനയോട്. അത് കഴിഞ്ഞ് അലീന താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ലൈം ജ്യൂസ് വേണം, നല്ല മധുരം ഇട്ടിട്ട് എന്ന് പറയും കേട്ടോ. ഇതാ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അലീന തുണികൾ വാഷ് ചെയ്യാനുള്ളതും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്താണെങ്കിലും ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഹരി നീ ഒന്ന് ഡോറ് തുറക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ പറഞ്ഞ പോലെ ഞാൻ അവളോട് ലൈം ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ശരീരമൊക്കെ ആകെ വിറയുന്ന പോലെ തോന്നുകയാണെന്ന് പറയും. അപ്പോൾ ഹരി പറയുകയാണ് നീ പേടിക്കൊന്നും വേണ്ട, നീ ഇങ്ങനെ വെപ്രാളം കാണിക്കാതെ ഇരുന്നാൽ മതി എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെ റൂബിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിൻ്റെ അച്ഛൻ നിന്നെ അപമാനിച്ചില്ലേ, അതിന് കാരണം അവളല്ലേ, അതുപോലെ തന്നെ റൂബിൻ്റെ മുന്നിൽ വെച്ച് നിന്നെ അടിക്കുകയും ചെയ്തില്ലേ, അതിനും കാരണം അവളല്ലേ, അപ്പോൾ ഇന്നത്തോടെ അവളുടെ അഹങ്കാരം അങ്ങ് തീർത്ത് കൊടുക്കാൻ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവൾ കാരണമാണ് നിനക്ക് റൂബിനെ നഷ്ടപ്പെട്ടത്, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ബാലേന്ദ്രൻ റൂബിൻ്റെ മുന്നിൽ വെച്ചിട്ട് രോഹിത്തിനെ അടിച്ച കാര്യങ്ങളൊക്കെ രോഹിത് ഇങ്ങനെ വീണ്ടും ഒന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഹരിയാണെങ്കിലും വാഷ്റൂമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ വീണ്ടും. അപ്പോൾ രോഹിത്തിന് എന്തായാലും ഹരി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ അലീനയാണെങ്കിൽ രോഹിത്തിനുള്ള ലൈം ജ്യൂസ് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഫോൺ റിങ് ചെയ്യാണ് കേട്ടോ അലീനയുടെ. അപ്പോൾ ഫോണ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഞാനിവിടെ ചേച്ചി വിളിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 10 മിനിറ്റും കഴിഞ്ഞു, 20 മിനിറ്റും കഴിഞ്ഞു, അരമണിക്കൂറും കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് ക്ലോക്ക് നോക്കി നിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. അതിൻ്റെ ഇടയ്ക്ക് രോഹിത് വന്ന കാര്യം പിന്നീട് രേവതിക്കുട്ടീനോട് അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് രോഹിത് വന്നത്. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് കോളേജൊന്നും ഇല്ലേന്നിങ്ങനെ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചില്ല, എന്നോട് വെറുപ്പാണല്ലോ എന്നിങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് രോഹിത് ഇങ്ങനെ എന്നോട് ലൈം ജ്യൂസ് ചോദിച്ചത്, ഞാനത് അവൻ്റെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയും. അപ്പോൾ അതെന്തിനാ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത്, ആ ചേട്ടൻ്റെ മുറി അങ്ങ് മുകളിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു സംഭവം നടന്നത് ചേച്ചി മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എന്നെ പേടിയാണ്, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ, നീ കട്ട് ചെയ്തോ എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും പിന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അലീന പിന്നെ ജ്യൂസ് എടുത്തുകൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡോർ അടച്ചിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഡോറിന് ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനാണെങ്കിലും പെട്ടെന്ന് വന്ന് ഡോറ് തുറക്കാനൊക്കെ ഒരു മടിയുണ്ട് കേട്ടോ, ഒരു പേടിയൊക്കെ ഉണ്ട്. അലീനയാണെങ്കിലും ഡോറിന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ കയ്യിലാണെങ്കിലും ആ ക്യാപ്സൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ രോഹിത് വന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോറ് തുറക്കുമ്പോഴും അലീനയുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങിക്കുന്നൊന്നുമില്ല. അപ്പോൾ അലീന അകത്തേക്ക് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് രോഹിത്താണെങ്കിലും പിന്നെ കുറച്ചും കൂടെ അങ്ങ് അകത്തേക്ക് നിൽക്കുകയാണ് കേട്ടോ. രോഹിത്തിൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അലീന. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താ ക്ലാസ് ഇല്ലേ, സ്ട്രൈക്ക് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രോഹിത്തിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ നീ എന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയും എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം, ഉഴപ്പൊന്നും ചെയ്യരുത്, എൻ്റെ അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ രോഹിതിന് എന്ന് പറയുമ്പോൾ രോഹിതിന് അങ്ങ് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കേണ്ട, പോയിക്കോന്ന് അറിയാം. അപ്പോൾ അലീന അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അലീനയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അലീന പോകുന്ന സമയത്ത് രോഹിതാണെങ്കിലും ഒരു കവള് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് ആ ക്യാപ്സ്യൂളിൻ്റെ അടപ്പ് തുറന്നിട്ട് ആ പൊടിയൊക്കെ അതിൽ ഇട്ടിട്ട് ഇങ്ങനെ കൈവിരലുകൊണ്ട് തന്നെ അങ്ങ് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അലീന എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. അലീന താഴേക്ക് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ രോഹിത് എന്ന് വെച്ചിട്ട് അലീന തിരികെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അലീന വരുന്ന സമയത്ത് തന്നെ രോഹിത് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, ഇതിനെന്തോ ഒരു ബാഡ് ടേസ്റ്റ്, ചീഞ്ഞ നാരങ്ങ കൊണ്ടാണോ ജ്യൂസ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിലും ഇതെല്ലാം അവിടെ നിന്നിട്ട് വാഷ്റൂമിൽ നിന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അല്ല നല്ല നാരങ്ങ എടുത്തിട്ട് തന്നെയാണ് ജ്യൂസ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ എന്നാൽ നീ ഒന്ന് കുടിച്ചു നോക്കുക എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആ ജ്യൂസിൻ്റെ ഗ്ലാസ് അലീനയുടെ നേരെ അങ്ങ് നീട്ടുകയാണ്. അപ്പോൾ അലീനയ്ക്കൊരു മടി കേട്ടോ. അപ്പോൾ ഞാൻ കുടിച്ചാൽ പിന്നെയെന്ന് പറയുമ്പോൾ നീ കുടിച്ചു നോക്കുക എന്നാലല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് പറയുന്ന സമയത്ത് അലീന ജ്യൂസ് ഗ്ലാസ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അലീന അത് കുടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിലും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാനൊന്ന് കുടിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഒരു ഞെട്ടലോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് ഡോറൊക്കെ കുറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിതിൻ്റെ കവിളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കത്രിക എന്തോ ഉണ്ടായിരുന്നു, അതെടുത്ത് അവരുടെ നേരെ നീട്ടിയിട്ട് കൊല്ലും എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അലീന അവിടെ വീണ് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ കത്രിക എങ്ങാനും അലീനയുടെ ദേഹത്തന്നെ കൊണ്ടോയെന്നറിയില്ല. അപ്പോൾ അലീന താഴെ വീണ് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്